ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് പള്ളിച്ചട്ടമ്പി ചട്ടമ്പി പള്ളി ചട്ടമ്പിയുടെ റിവ്യൂലോട്ടാണ്. ഈ ഒരു പടം ഏകദേശം തിയേറ്ററിൽ നിന്ന് വാഷ് ഔട്ടായിട്ട് പോയിട്ടുണ്ട്. ഞാൻ തന്നെ കാണാൻ പോയപ്പം ആളുകൾ വളരെ കുറവ്, പല തിയേറ്ററിലും ഷോയേ ഇല്ല. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പടം കണ്ടത്. ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. അതായത് ഈ ടൊവിനോയുടെ തന്നെ AR റഹ്മാൻ അതിൻ്റെ രണ്ടാം മോഷണം കഴിഞ്ഞിട്ട് ലോക്കാക്കിയ പടമാണ് ഈ ഒരു പള്ളിച്ചട്ടമ്പി. പക്ഷേ ഈ ഒരു പടം കണ്ടു കഴിഞ്ഞിട്ട് ഈ ഹൈപ്പിൻ്റെ യാതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഈ ഒരു പടം വെറും വേസ്റ്റ് 2-2.5 മണിക്കൂറുണ്ട്. വേസ്റ്റ് പടമായിട്ടാണ് എനിക്കിത് കണ്ടു കഴിഞ്ഞിട്ട് തോന്നിയിട്ടുള്ളത്. ഡയറക്ടർ ഡിജോ ജോസ് ആൻ്റണി, റൈറ്റർ സുരേഷ് ബാബു. ഈ ഡിജോ ജോസ് ആൻ്റണിയുടെ പടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു പൊളിറ്റിക്സ് പറയുന്ന സിനിമയായിരിക്കും കൂടുതലുള്ളത്. ഇപ്പം ജനഗണമനയും മലയാളീസ് ഫ്രം ഇന്ത്യ, നിവിൻ പോളിയും ധ്യാനിയൊക്കെ വെച്ചൊരു പടം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഡ്യൂപ്പ്, മറ്റേ ഏതാ അതിൻ്റെ ഡ്യൂപ്പ് ഏതാ, ആടുജീവിതത്തിൻ്റെ ഡ്യൂപ്പ്. പിന്നെ ഒരു കാര്യം കൂടെ, മൈക്ക് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ശബ്ദത്തിന് ചെറിയ എന്തെങ്കിലും ഒരു ഇത് കാണും. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കേൾക്കുക. ഈ പടം ഒരു പൊളിറ്റിക്സ് ആണ് കാര്യം പറയുന്നത്. പിന്നെ ഡയറക്ഷൻ, ഡിജോ ജോസ് ആൻ്റണിയുടെ ഡയറക്ഷൻ വളരെ മോശം. റൈറ്റർ അതിലും മോശം, റൈറ്റിംഗ് അതിലും മോശം, സുരേഷ് ബാബു. സിനിമാറ്റോഗ്രാഫി ടിജോ ടോമി, എഡിറ്റിംഗ് ശ്രീജിത്ത് സാരംഗ്, പിന്നെ മ്യൂസിക് ജെക്സ് ബിജോയ്. അപ്പോൾ ഇത്രയാണ് എടുത്തു പറയാനുള്ളത്. ഇതൊക്കെ പിന്നെ ഇതിനകത്ത് ഒന്നുമില്ല. പിന്നെ ഈ ഒരു പടം ഒരു പൊളിറ്റിക്സ് ആണ് പിടിച്ചേക്കുന്നത്. 1957 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത്, പിന്നെ വിമോചന സമരം, ആ ഒരു സമയത്തുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ആ സമയത്തുള്ള CM EMS നമ്പൂതിരിപ്പാട്, EMSനെ കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് ENS എന്നൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. പിന്നെ ഇതിനകത്ത് വേറെ ഒന്നുമില്ല, വെറുതെ അങ്ങ് തട്ടിക്കൂട്ടി കൊണ്ടുപോയേക്കുന്ന ഒരു സ്റ്റോറി. ഒരു ഗ്രാമം, അതിനകത്ത് 2 പേര് തമ്മിലുള്ള തർക്കം, ഒരു പള്ളിയും ഒരു പള്ളി ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് സ്ഥലവും, പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് കാര്യം തമ്മിലുള്ള ഒരു തർക്കം. ഇതാണ് ഈ ഒരു പടത്തിൽ പോയേക്കുന്നത്. പിന്നെ ഒരു പള്ളി ഏറ്റെടുക്കാൻ വരുന്ന വേറെ കുറച്ച് ടീംസ്, അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു തട്ടിക്കുട്ടു സ്റ്റോറി. ഈ കമ്മ്യൂണിസ്റ്റുകാർ ഈ പള്ളി ഏറ്റെടുക്കാതിരിക്കാൻ വേണ്ടി ഒരു ചട്ടമ്പിയെ ഏർപ്പാടാക്കുന്നുണ്ട്. ആദ്യത്തെ ചട്ടമ്പിയാണ് ബാബുരാജിൻ്റെ ക്യാരക്ടർ. ബാബുരാജ് വന്ന് ഈ ഒരു സ്ഥലത്തിൽ വന്നു കഴിയുമ്പോഴേ മനസ്സിലാവും കട്ട കമ്മ്യൂണിസ്റ്റാണ്. അപ്പോൾ അവിടെ ഈ ലാലേട്ടൻ നരനകത്ത് ഒരു കമ്പ് കുത്തി വെക്കുമല്ലോ, വടി കുത്തി വെക്കുമല്ലോ. അപ്പോൾ അതേപോലെ ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ കൊടി എടുത്ത് കുത്തി വെച്ചിട്ട് ഒരു ബാബുരാജ് അങ്ങ് പോകും. ഇത് ധൈര്യമുള്ളവൻ ഇത് ഇറക്കുക, എടുക്കുന്നവൻ്റെ ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് പോകും. പിന്നെ പള്ളി വിഹാരികൾ അവരെല്ലാവരും കൂടി തേടി പിടിച്ചു കൊണ്ടുവരുന്ന ചട്ടമ്പിയാണ് ടൊവിനോയുടെ ക്യാരക്ടർ. കൃഷ്ണപിള്ളയാണ് ടൊവിനോയുടെ ക്യാരക്ടർ. ഈ പള്ളിക്കാരെല്ലാം കൂടെ ക്രിസ്റ്റഫർ എന്ന് കൂപ്പിടും. അങ്ങനെ ആ പള്ളിച്ചട്ടമ്പിയെ കൊണ്ടുവരുന്നു. പിന്നെ അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു സിനിമയുടെ ഒരു പശ്ചാത്തലം. പിന്നെ അവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു നാടകം വരുന്നുണ്ട്. നാടകത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി. അത് കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ടോവിനെ പള്ളിക്കാരെല്ലാം കൂടെ എടുത്ത് വെളിയിലാക്കുന്നുണ്ട്. നല്ല സൂപ്പർ സ്റ്റോറിയാണ്. പിന്നെ പറയേണ്ടതാണ് ഇതിൻ്റെ ആക്ട്രസ് കയാഡു ലോഹർ, തെലുങ്ക് തമിഴ് ആക്ട്രസ്സാണ്. നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്താണെങ്കിൽ ഡബ്ബിങ് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഡബ്ബിങ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇവർ തെലുങ്ക് തമിഴ് വലിയ കാര്യം പറയുന്നത്. അപ്പം ഇവർക്ക് വായിൽ ബൂമർ ഇട്ട് കൊടുത്താണ്, ബബിൾക്കോ, അത് ചവച്ചുകൊണ്ടിരുന്നാൽ മതി, ശബ്ദം കേട്ടിക്കൊള്ളാമെന്ന് പറഞ്ഞു കാണും. അതേപോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വെറുതെ വായ അനക്കിക്കൊണ്ടിരിക്കുന്നത്, ശബ്ദം വേറെ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഡബ്ബിങ് വളരെ മോശം. പിന്നെ ഇതിനകത്ത് ഒരു പെരട്ട വില്ലൻ വരുന്നുണ്ട് ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട്. വില്ലനാണെങ്കിൽ വളരെ മോശം എന്ന് വെച്ചാൽ ഒരു പെരട്ട വില്ലൻ എന്ന് പറഞ്ഞാൽ ഒരു മീശയൊക്കെ ഒട്ടിപ്പ്, ഒരു പോലീസുകാരന് ഒരു ചാര പോലീസ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്ന ഒരു പെരട്ട പോലീസ്. ഒന്നുമില്ല, ഈ പറയേണ്ട ഈ പള്ളിച്ചട്ടമ്പി ഹൈപ്പ് കൊടുത്ത ഒന്നും ഈ ഒരു പടത്തിലില്ല. പിന്നെ ഈ പടത്തിൻ്റെ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് കുറേ വെറുപ്പിച്ച് വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ കുറേ സിനിമയുടെ റെഫറൻസ് ഈ സിനിമയ്ക്കകത്ത് കാണാൻ പറ്റും. പിന്നെ ഈ ബാഹുബലിയുടെയൊക്കെ റെഫറൻസ് കാണിക്കുന്നുണ്ട്. അവസാനം ഒരു കുറച്ച് ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്, ബാഹുബലിയുടെ റെഫറൻസ് കാണിക്കുന്നുണ്ട്, KGF-ൻ്റെ കുറച്ച് റെഫറൻസ്, അതായത് ഈ ഖനനം ചെയ്യുന്നതൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറേ ഭാഗത്ത് നിന്ന് ചുരണ്ടി എടുത്ത് പൊളിറ്റിക്സ് പറയാൻ നോക്കുന്ന ഒരു തട്ടിക്കൂട്ട് സ്റ്റോറി. ജെക്സ് ബിജോയുടെ മ്യൂസിക്, ഒരു സോങ് ജെക്സ് ബിജോയുടെ ഇതിന് മുമ്പ് നരിവേട്ട ടീംസിൻ്റെ ആ സോങ് തന്നെ, ആ ക്രൂ തന്നെ ഇതിനകത്തും ഒരു മ്യൂസിക് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് കിടിലനായിട്ട് വന്നിട്ടുണ്ട്. അവർ തമ്മിലുള്ള ഒരു സോങ് നല്ല രീതി വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് റൊമാൻറ്റിക് ട്രാക്ക്, ഏത് മലയാള സിനിമ എടുത്ത് നോക്കിയാലും അതിനകത്ത് ഒരു റൊമാൻറ്റിക് ഇത് കാണുമായിരിക്കും. ഒരാവശ്യമില്ലാതെ കുത്തിക്കയറ്റി നടക്കുന്നത്. അത് മലയാള സിനിമ ഉള്ള കാലം തൊട്ട് നടക്കുന്ന ഒരു സാധനം, അത് ഇതിനകത്തും അത് കുത്തിക്കയറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കയാഡു ലോഹറിൻ്റെ കണ്ണ് കണ്ടുകൊണ്ടാണ് മറ്റേ ടോവിനോയ്ക്ക് ഇഷ്ടം തോന്നുന്നത്. അതുപോലെ രക്ഷപ്പെടുത്തിക്കുന്ന ഒരു രീതിയുണ്ട്, അത് കണ്ടുകൊണ്ടാണ് ഇഷ്ടം തോന്നുന്നത്. അതൊക്കെ എത്രയോ സിനിമയിൽ കണ്ടേ. ഇതും അത് ട്രാക്കിനനുസരിച്ച് പോവാത്ത
ഒരു ലവ് ട്രാക്കായിട്ടാണ് എനിക്ക് ഇതിനകത്ത് തോന്നിയിട്ടുള്ളത്. പിന്നെ അവസാനം ഒരു അല്ല ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഒരു ഗസ്റ്റ് അപ്പിയറൻസ് പൃഥ്വിരാജ് വന്നിട്ടുണ്ട്. വെറുപ്പിച്ചെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഈ മറ്റേ എന്താ രാജമൗലിയുടെ പടത്തിൽ നിന്ന് പിടിച്ചോണ്ട് വന്ന് ആ ഒരു ലുക്ക് തന്നെ, ആ ഒരു സംഭവം തന്നെ. നിങ്ങൾ എൻ്റെ വാരണാസിയുടെ ഫസ്റ്റ് ലുക്ക് കണ്ടല്ലോ, മറ്റേ കുംഫ എന്ന് പറയുന്നത് ആ ഒരു സംഭവം തന്നെ. അതിനകത്ത് ആ ഒരു ലുക്ക് തന്നെ അതിനകത്ത് പിടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അവസാനം ഒരു താടിയൊക്കെ വെച്ചോണ്ട് വരുന്നുണ്ട്. പിന്നെ ഇതിന് രണ്ടാമത്തെ പാർട്ട് വെച്ചാണ് ഇനി ഇത് നിർത്തിയേക്കുന്നത്. പൃഥ്വിരാജിന്റെ ക്യാരക്ടർ കുഞ്ഞമ്പു നമ്പ്യാരും കൃഷ്ണപിള്ള ടോവിനോയുടെ ക്യാരക്ടറും കൂടെ തമ്മിൽ നമ്മൾ ഈ രാമായണത്തിന്റെ റെഫറൻസ്, അവസാനം രാമായണത്തിന്റെ റെഫർ കാണിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടു കാണുമല്ലോ, രണ്ടുപേര് ഷൂലോട്ട് അല്ലെങ്കിൽ അമ്പ് ചെയ്യുമ്പോൾ വന്ന് പണ്ടത്തെ പുരാണ സീരിയൽ അമ്പ് ചെയ്യുമ്പോൾ വന്ന് ഇങ്ങനെ കുത്തുന്ന ഒരു ഇതുണ്ടല്ലോ, നേരിട്ട് കുത്തുന്നത്. അതേപോലെ രണ്ടുപേര് ടൊവിനോ അതായത് കൃഷ്ണപിള്ള ഒരു വടിയെടുത്ത് ഒരു കുന്തം പോലത്തെ ഒരു സാധനം എടുത്ത് എറിയും. മറ്റേ പുള്ളിക്കാരെ ആരാ കുഞ്ഞമ്പു നമ്പ്യാര് ഗണ്ണ് വെടിയും വെക്കും. ഇത് രണ്ടും കൂടെ വന്ന് ചേരി നിർത്താണ് അടുത്ത പാർട്ടിനുള്ള ഇത്. അതാണ് അങ്ങനെ വെച്ചാണ് നിർത്തിയേക്കുന്നത്. ഈ പടം രണ്ടാമത്തെ പാർട്ട് എടുക്കാൻ പറ്റത്തില്ല, കാരണം ഇത് ഓടിയെങ്കിലേ പറ്റത്തുള്ളൂ. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തീരുന്നായിരുന്നു എനിക്ക് തുടക്കം തൊട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ENS കാണിക്കുന്നുണ്ട്, പുള്ളിക്കാരനെ തിരിച്ച് നിർത്തിയേക്കുക. കാരണം തുടക്കം തൊട്ട് അവസാനം വരെ പുള്ളിക്കാരനെ കാണിക്കുമ്പോൾ തൊട്ട് ഒരു ജനലിലെടുത്ത് തിരിഞ്ഞിരിക്കുന്നത് കാണിക്കുന്നത്, മുഖം കാണിക്കത്തില്ല, മുഖം കാണിച്ചാൽ പോയി, അതുകൊണ്ട് തിരിഞ്ഞിരിക്കുന്നത് കാണിച്ചിട്ടുള്ളത്. പുള്ളിക്കാരനെ കാല് കഴിക്കത്തില്ല, എവിടെയെങ്കിലും ഒന്ന് ഇരുത്തിക്കൂടായോ? അപ്പോൾ അവിടെ ഇങ്ങനെ തുടക്കം തൊട്ട് അവസാനം വരെ നിൽക്കുന്ന കാണിക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഈ ഒരു പടത്തിനെ പറ്റി, ഈ ഒരു അപരാധം പടത്തിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. പടം കാണാൻ കുറച്ച് തിരക്കായി പോയി, വിഷുവിൻ്റെ അന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്നലെയാണ് പടം കണ്ടത്. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു അപരാധം സിനിമയായിട്ടായി പള്ളിച്ചട്ടമ്പി എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.